गाड़ियां पीछे चल दे यार, तुम मौत की कसम है। बैठो बैठो, चलो बच्चे को अरे हम इंडियन आर्मी है, बैठो। ജമ്മു കശ്മീരിലെ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും. ഇന്നലെ ഈ ആക്രമണം നടന്ന പ്രദേശത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 28 ജീവനുകൾ, വിലപ്പെട്ട ജീവനുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്. വളരെ പെട്ടെന്ന് ശാന്തസുന്ദരമായ സമാധാനപൂർവമായ ഒരു സ്ഥലത്ത് ഭീകരർ എത്തി വെടിയുതിർക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്തി പുരുഷന്മാരെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാതി ചോദിച്ചുള്ള ആക്രമണം, നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പറയൂ എന്ന് പല സ്ത്രീകളോടും ഈ ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ്. അല്പസമയത്തിനകം പഹൽഗാമിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും എന്ന വിവരം കൂടിയുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 11 മണിയോടുകൂടി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അടുത്ത നടപടി ചർച്ച ചെയ്യുകയും ചെയ്യും. അല്പം മുമ്പാണ് രാവിലെയോടെയാണ് പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയത്. ദേശീയ ഉപദേഷ്ടാവ്, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സാഹചര്യം അദ്ദേഹത്തെ ബോധിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അമിത്ഷാ കശ്മീരിൽ ഇന്നലെ എത്തിയിരുന്നു. അവിടെ തുടരുകയാണ്. ടി ജി സയ്യിദുണ്ട്. സയ്യിദ്, ഇനി അറിയേണ്ടത് ഈ ഭീകരർ എവിടെ എന്നതിനെക്കുറിച്ചാണ്. ഭീകരർ ഇതിനിടയിൽ പാക് സൈന്യത്തിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണോ തെരച്ചിൽ? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഒപ്പം രഞ്ജിത്ത്, ചില പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അക്രമകാരികൾ എത്തിയത് ഹെൽമറ്റ് ധരിച്ചാണ്. ഈ ഹെൽമറ്റിൽ പ്രത്യേക ക്യാമറയും ഘടിപ്പിച്ചിരുന്നുണ്ടായിരുന്നു. ഇവർ നടത്തിയ ഈ വെടിവെപ്പ് ദൃശ്യങ്ങൾ പൂർണ്ണമായും ഇവർ ചിത്രീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം 7 പേരടങ്ങുന്ന സംഘമുണ്ടായിരുന്നു. ഇതിൽ 4 പേരാണ് ആളുകളെ കൂട്ടത്തോടെ വെടിവെച്ചത്. 3 പേർ കാഴ്ചക്കാരായി മാറി നിന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇവരുടെ ചില പേര് വിവരങ്ങൾ കൂടിയും സൂചനകളായി പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് ആദിൽ ഖൂറി എന്നാണ്. ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും വന്ന വ്യക്തിയാണ് എന്നതാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചനകൾ. ഒപ്പം തന്നെ മറ്റൊരു ടെററിസ്റ്റ് ആസിഫ് ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാളും പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നതാണ് ലഭ്യമാവുന്ന വിവരം. മറ്റു 2 പേരും പാകിസ്ഥാൻ തീവ്രവാദികൾ തന്നെയാണ്. ഇവർ നേരത്തെ തന്നെ ഏത് സംഘടനയുടെ ഭാഗമാണ്? ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ ഭാഗമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമായിരുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ ബന്ധങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. പല മേഖലകളിലുമായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിലാണ് അതിർത്തി മേഖലയിലെ മറ്റൊരു സംഘർഷ വാർത്ത കൂടി പുറത്തു വരുന്നത്. ബാരാമുള്ളയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 തീവ്രവാദികളെ സൈന്യം വെടിവെച്ച് കൊന്നു എന്ന കാര്യം കൂടി അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ കൺട്രോൾ റൂമിലെത്തി അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ, നീക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തും. 11 മണിക്ക് ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം ചേരുകയും ചെയ്യും. അങ്ങനെ രാജ്യം ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ നടത്താൻ ഒരുങ്ങുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ചില മൃതദേഹങ്ങളൊക്കെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. മരണപ്പെട്ട രാമചന്ദ്രന്റെ മലയാളിയുടെ മൃതദേഹം 11:30 ശ്രീനഗറിൽ നിന്നും ന്യൂഡൽഹി വഴി കൊച്ചിയിലെത്തിക്കും. അതാണ് ഈ മരണപ്പെട്ടവരുടെ എണ്ണം കൂടി എന്നുള്ള വിവരം കൂടി ചില മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 29 എന്ന കണക്കുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് എത്രത്തോളം കൃത്യമാണ് എന്ന് അറിയില്ല. മറ്റൊന്ന്, ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് പേർ വല്ലാതെ പരിഭ്രാന്തരായി
ഇരിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. എത്രയും വേഗം നാടുകളിലേക്ക് മടങ്ങുക എന്നുള്ളതിനാണ് അവർക്ക് പ്രാഥമികമായി പരിഗണന നൽകേണ്ടത്. അതനുസരിച്ചുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ശ്രീനഗറിൽ മൃതദേഹങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളെയും ശ്രീനഗറിൽ ഇപ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഈ പ്രദേശത്തേക്ക് ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മൃതദേഹങ്ങളിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. 27 മൃതദേഹങ്ങളാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ വൈകാരികമായ ആ നിമിഷങ്ങൾ കാണാം. ഇന്നലെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തിയത്, കശ്മീരിലെത്തിയത്. നമുക്ക് ദൃശ്യങ്ങളത് കാണാം. ബന്ധുക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ബന്ധുക്കളൊക്കെ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ്. കാരണം സന്തോഷകരമായി ഒരു അവധിക്കാലം ആഘോഷിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയ, ഏറെ സമാധാനപൂർണമായ താഴ്വരയിലേക്ക് എത്തിയ ഒരു കൂട്ടം ആളുകൾക്ക് നേരെയാണ് ഈ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന്. പകരം വീട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പകരം വീട്ടാനുള്ള നീക്കങ്ങൾ, നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ നമ്മളോട് ഷപ്ന എന്ന അവിടെ മലയാളിയാണെങ്കിലും അവിടെ സ്ഥിരമായി എത്താറുള്ള ഷപ്ന പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറെ അവിടുത്തെ ജനങ്ങളൊക്കെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഭൂരിഭാഗം ആളുകളും ഈ കൃഷി കൊണ്ടും അവിടുത്തെ വിനോദസഞ്ചാരം കൊണ്ടുമൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവർ, അവർ അതുകൊണ്ട് അവരുടെ ജീവനോപാധി കണ്ടെത്തുന്നവർ. അവർക്കിടയിൽ 1, 2, 3 ആളുകൾ, ഒരു വീട്ടിൽ ചിലപ്പോൾ 1, 2 വീടുകളിലൊക്കെ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാകും. അവരുടെ ഭാഗത്തുനിന്നുള്ള സഹായമില്ലാതെ ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല. പുറത്തെങ്ങും പോകേണ്ട, പുറത്തുനിന്ന് അതിർത്തി കടന്നു വരുന്നവരാരുമല്ല. അവിടെയുള്ള ചില ആളുകളൊക്കെ തന്നെ, ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അവരെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക്. അതിനുള്ള ശ്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കും എന്നും വളരെ വ്യക്തമാക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ. അത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കൊച്ചി സ്വദേശിയായ ഒരു മലയാളിയും, രാമേന്ദ്രൻ എന്ന മലയാളിയും മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വൈകുന്നേരം 7:30 കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അമിത്ഷാ പഹൽഗാമിലേക്ക് അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അവിടെ ഭൗതിക ശരീരങ്ങൾക്ക്, മൃതദേഹങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിലാണ്. അവിടെ അദ്ദേഹം റീത്ത് വെച്ചു. അതിനുശേഷം ബന്ധുക്കളെ കണ്ടു, സംസാരിച്ചു. അവർ ഇദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം ഇപ്പോഴും ആ ഒരു ഭീതിയിൽ നിന്ന് മുക്തരായിട്ടില്ല. വളരെ വേഗം